അപ്പോൾ ബീഹാർ മാത്രമാണോ ലക്ഷ്യം? ഇന്നലെ തന്നെ ഈ വോട്ട് ചോരി ആരോപണം കൊണ്ടുവന്നതിന് പിന്നിൽ ഇവിടെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ ബീഹാർ ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് കൃത്യം ഒരു 15-17 മണിക്കൂറുകൾക്ക് മുൻപ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്ന് പറയുകയാണ്, ഇവിടുത്തെ സംവിധാനത്തിന്, ഇവിടുത്തെ ഭരണഘടനാപരമായ മെഷീനറി അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ സെൻട്രലൈസ്ഡായി വോട്ട് ചോരി നടത്താനുള്ള സാഹചര്യമൊരുക്കി. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രധാനമാണ്, സ്പേസ് ക്രിയേഷൻ. ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ഒരു ചിത്രങ്ങൾ, ഒരേ ചിത്രങ്ങൾ, അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടുവരാം, സോഫ്റ്റ്വെയർ എറർ കൊണ്ടുവരാം, പല കാരണങ്ങളാൽ വരാം. പക്ഷേ ആളുകൾക്ക്, യഥാർത്ഥ വോട്ടർ അല്ലാത്ത ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന ഒരു ആരോപണമാണ്, ആ ഒരു നറേറ്റീവാണ് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ അനവധി ഉദാഹരണങ്ങളോടുകൂടി ചിലതൊക്കെ തെളിയിക്കാവുന്ന രീതിയിലൊക്കെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ ഞാൻ ചോദിക്കുക, ഇതൊരു സ്പെസിഫിക് ഇഷ്യൂ ആയി തോന്നാം, ഇവിടെ വോട്ട് ചോരി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഇഷ്യൂ ആയിട്ട് തോന്നാം. പക്ഷേ ഇതിൻ്റെ ഒരു ലാർജർ പിക്ചർ നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഭരണഘടനാപരമായ ഒരു സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഓർക്കണം. ആ ഭരണഘടനാപരമായി സൃഷ്ടിക്കപ്പെട്ട സ്ഥാപനം ഭരണഘടനയുടെ അന്തസ്സത്ത, പ്രിയാമ്പിളിൽ പറയുന്ന ഡെമോക്രസി എന്ന പരിപാവനമായ, അത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ്റെ ഭാഗം കൂടിയാണ് ഈ പ്രിയാമ്പിളിൽ പറയുന്ന ഡെമോക്രസി. അവിടെ ക്വാളിറ്റേറ്റീവായ ഒരു ഇറോഷൻ, അത് ബോധപൂർവമോ അല്ലാതെയോ വന്നാൽ അത് പരിഹരിക്കാനുള്ള ചുമതല രാഷ്ട്രീയ കക്ഷികൾക്ക് അനൗപചാരികവും ഇലക്ഷൻ കമ്മീഷന് ഔപചാരികവും ഭരണകൂടത്തിന് നിയമത്തിൻ്റെ കീഴിലും അതിനുള്ള ചുമതലയുണ്ട്. അതിൽ കൃത്യവിലോപം കാട്ടരുത്. അതുകൊണ്ടാണ് പറയുന്നത് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ല, പരമോന്നതമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ. അതുക്കും മേലെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതുക്കും മേലെ ഭരണഘടനയാണ്. ഇവിടെ പാർലമെന്ററി ജനാധിപത്യമാണെങ്കിൽ പോലും പാർലമെന്ററി സുപ്രമസി അല്ലാന്ന് ഓർക്കണം. ഇവിടെ നിയമവാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രമസിയാണ് ഇന്ത്യയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ ഭരണഘടന ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡോക്യുമെൻ്റ്. അതിൻ്റെ സംരക്ഷണം കോടതിയാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കോടതിയിലേക്ക് പോകാൻ വിസമ്മതിക്കുന്നു? അവിടെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് ലോക്സഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കാം, ലോക്സഭയുടെ പുറത്ത് കാര്യങ്ങൾ ഉന്നയിക്കാം, കോടതിയിലും വേണമെങ്കിൽ കാര്യങ്ങൾ ഉന്നയിക്കാം. കോടതിയിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നുമുണ്ട്, അത് താഴെ തട്ടിൽ ഉന്നയിക്കുന്നതുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു വിശ്വാസ്യതയുടെ വിഷയമാണ്. ലാർജർ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഈസ് വാച്ചിങ്, ലാർജർ ഡെമോക്രസി അണ്ടർ ദ സൺ. അതാണ് ഇന്ത്യ. അവിടെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി പറയുന്നു, ഇതാ ബ്രസീലിയൻ ഒരുപാട് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷനാണ്. ഈ ബ്രസീലിയൻ സ്ത്രീയുടെ പടം, ചിത്രം 22 ഇടത്ത് വന്നു എന്നൊക്കെ പറയുന്നത് ലോകമാധ്യമങ്ങളിൽ തന്നെ അത് വാർത്തയായി. ഇവിടെ ജനാധിപത്യം, ഭാരതത്തെ വളരെ വളരെ മോശമായ ലൈറ്റിൽ അവതരിപ്പിക്കാൻ ബോധപൂർവമായി രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്യുന്നു എന്നല്ല പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ വളരെ അല്ലല്ല, ഞാൻ ചോദിച്ചത്, ഇപ്പൊ സാറ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അത് നമ്മൾ പുറത്തു പറയാൻ പാടില്ല എന്നാണോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, അന്വേഷിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, അന്വേഷിക്കണം. അല്ലല്ല, അത് രാഹുൽ ഗാന്ധി ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാന രാജ്യമായ ഇന്ത്യയില് ഒരു സംസ്ഥാനത്ത് നടക്കുന്ന വോട്ടർമാർ 22 എന്താ പറയുന്നത് വോട്ടർ ID കാർഡുകളിൽ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നിട്ട് മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ട് മിണ്ടാതിരിക്കണം. അത് ഇന്ത്യക്ക് പുറത്തുള്ള അങ്ങനെ പറഞ്ഞില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? നമ്മൾ പറയാത്ത കാര്യങ്ങൾ അടർത്തിയെടുത്ത്, സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇത് കൃത്യമായി സിബി സാറേ, സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയാകണമെന്ന് പറയുന്നതിന് അർത്ഥം എന്താ? സുപ്രീം കോടതി അന്വേഷിക്കണം. അത് മാത്രമല്ല, അതിനു മുൻപ് തന്നെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കണം. കാരണം ക്ലറിക്കൽ എറർ ആണെങ്കിൽ അത് ആരാണ്, എവിടെയാണ് അവിടെ പിഴവ് സംഭവിച്ചത് ഐഡന്റിഫൈ ചെയ്യണം. പക്ഷേ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട്, ഇത് ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്, ആ കമ്മീഷനോട് കൃത്യമായ ക്വറീസ് ചോദിക്കാനുള്ള ചുമതലയുണ്ട്. അതാണ് ആദ്യഘട്ടം. അതിൽ പരാജയപ്പെട്ടാൽ കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട്, അത് പോയിട്ടുമുണ്ട്. അപ്പം ഇത് നിലവിലിരിക്കെ ഇത് മുഴുവൻ, ഈ സംവിധാനം മുഴുവൻ, ഈ സുപ്രീം കോടതിയുടെ വിധികൾ കറപ്റ്റഡ് ആണ് എന്ന വ്യംഗ്യമായ കാര്യങ്ങൾ അതിൽ വിശ്വാസമുള്ള ഇല്ലാത്തതുകൊണ്ടാണോ കോടതിയിൽ പോകാൻ ചില കാര്യങ്ങളിലെങ്കിലും വിസമ്മതം? അതൊരു ചോദ്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ സുതാര്യതയിൽ വലിയ കുഴപ്പമുണ്ട് എങ്കിൽ ഈ പ്രക്രിയ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റ്? വേണുഗോപാൽ, സിബി ചോദിച്ചൊരു ചോദ്യം